ഖുർആൻ്റെ അകം എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ള് എന്ന് പറയുന്നത് അത്ഭുതങ്ങളിലൂടെ ഇങ്ങനെ ആണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ഖുർആന് മാത്രമാണ് ഒരു വായനാശാസ്ത്രം ഉള്ളത്, അല്ലേ? വായിക്കേണ്ട ഒരു രീതി വേറെ പുസ്തകങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല. അപൂർവമായ ഗ്രന്ഥങ്ങൾക്ക് ഉണ്ടാവാം. വായിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ തിലാവത്ത് എന്നാണ് അതിന് പറയുക, തിലാവത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഖുർആന് തുടക്കത്തിൽ സൂറത്തുൽ ബഖറയിലെ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് 3 അക്ഷരങ്ങളാണ്: അലിഫ്, ലാം, മീം, അല്ലേ? നമ്മളതെങ്ങനെ വായിക്കുക? അലിഫ്, ലാം, മീം എന്ന് വായിക്കും. എന്നാൽ കുറേ ഇങ്ങനെ മറിച്ച് പോയാൽ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഇതേപോലെ അലിഫ്, ലാം, മീമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വായിക്കുക, അലം എന്നാണ് വായിക്കുക. അലം തറ കൈഫ ഫഅല, ഇങ്ങനെയല്ലേ വായിക്കുക? എന്താ സംഭവം? ഇതിൻ്റെ വായനാശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അത്ഭുതം നിറഞ്ഞ ഒന്നാണ് ഖുർആൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ 2 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിയമങ്ങളുണ്ട്, വാല്യൂസുണ്ട്, അല്ലേ? നിയമങ്ങളുണ്ട്, വാല്യൂസുണ്ട്. നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നമ്മൾ പുലർത്തേണ്ട മൂല്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മാത്രമല്ല, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ഇളവുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നിർബന്ധിതമായ കർമ്മമാണ്. നിസ്കരിക്കാത്ത ഒരാൾ മുസ്ലിം അല്ല, അത്രയും നിർബന്ധമാണ്. പക്ഷേ നിസ്കാരത്തിന് ഇളവുകളുണ്ട്, അല്ലേ? നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി. അതിനും കഴിയാത്ത ഒരാൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ വരെ മതി. നിസ്കാരത്തിന് ഇളവുണ്ട്, നിസ്കരിക്കണം എന്നേ ഉള്ളൂ. നോമ്പിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചോൻ പറഞ്ഞത്, നിങ്ങൾ യാത്രക്കാരനാ എന്നാൽ വേണ്ട കേട്ടോ, നിങ്ങൾ രോഗിയാണോ എന്നാൽ വേണ്ട, പിന്നെ മതി. അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഇളവുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇളവുകളില്ലാത്ത കാര്യം വാല്യൂസാണ്. വാല്യൂസിന് ഇളവില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്ന് നിസ്കരിച്ചാൽ മതി, നിസ്കാരത്തിൽ അയാൾക്ക് ഇളവുണ്ട്. പക്ഷേ അയാൾക്ക് ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പരിഹസിക്കാൻ പാടില്ല, ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. ദിസ് ഈസ് വാല്യൂസ്. ഇപ്പോൾ ഖുർആനെ ഒരാൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ 2 രീതിയുണ്ട്, 2 രീതിയിലും ഇതിനകമുണ്ട്. അപ്പോൾ ആ വാല്യൂസാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ ജീവിതത്തെ മുഴുവനും നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് വാല്യൂസ്. അത് ഏത് കാലത്തും, അല്ലേ? ഏത് കാലവും അതിന് അനുയോജ്യമാണ്. ഒരാൾ വേറൊരാളുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹാക്ക് ചെയ്യുന്നതൊരു മോഷണമാണ്. ഒരാളുടെ വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള സ്വർണം മോഷ്ടിക്കുന്നത് പോലെ തന്നെയാണ്. അതെത്ര ഗുരുതരമാണോ അതേപോലെ ഗുരുതരമാണ് ഒരാൾ വേറൊരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. മോഷണം എന്നുള്ള കാര്യം എല്ലാ കാലത്തും പല ഭാവങ്ങളുണ്ടെന്നേ ഉള്ളൂ, ഒരേപോലെയാണ് അത് അടയാളപ്പെടുന്നത് ഖുർആനിൽ. ഇതേപോലെയാണ് വായിക്കേണ്ടതെന്നാണ്. ഇപ്പോൾ സേറിൻ്റെ ഭാര്യയും ഹജ്ജിന് പോകാമെന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ടൂറ് പോകാം എങ്ങോട്ടെല്ലാം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. സേറിൻ്റെ മക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പുലർത്തേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. സത്യം മാത്രമേ പറയാവൂ, അയൽക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്കൊക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ള രീതിയിൽ കുറേ മൂല്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട കുറേ കാര്യങ്ങൾ സേർ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു കുട്ടികൾക്ക്. ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് സേറും ഭാര്യയും വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? കുട്ടികളിത് വായിച്ചുകൊണ്ടിരിക്കുക. സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് വായിച്ച് കാണാതെ പഠിക്കുക. അതിനാണോ കൊടുത്ത്? അതിനല്ലല്ലോ കൊടുത്ത്. എന്താണോ ആ പറഞ്ഞത് അത് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഖുർആൻ ഈ 2 രീതിയിലുമാണ്. ഇത് വായിച്ച് മനഃപ്പാഠമാക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതറിയാന്നുള്ളത്, അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളത് അതിലേറെ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഖുർആൻ പഠനങ്ങൾ പലപ്പോഴും പരീക്ഷ എഴുതി മാർക്ക് നേടാനുള്ളതാകുമ്പോൾ അത് അപകടമാണ്. അതിനുള്ളതല്ല അത്. അനാഥകളെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നത്, അനാഥകളെ സംരക്ഷിക്കണം എന്നുള്ള ആ അധ്യായം പഠിച്ച് പരീക്ഷ എഴുതാനല്ല.
കുടുംബത്തിലുള്ള എത്ര അനാഥകളുണ്ട് എന്ന് ഒരാളുടെ ഉള്ളിൽ അയാളുടെ ഒരു കണക്കുണ്ടാവണം. എൻ്റെ ഫാമിലിയിൽ എത്ര അനാഥകളുണ്ട്, എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എത്ര വിധവകളുണ്ട്, എൻ്റെ കുടുംബത്തിൽ വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്, എൻ്റെ കയ്യിൽ വല്ല കണക്കുണ്ടോ? അനാഥകളെക്കുറിച്ചുള്ള ആയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം. അത് വിശദീകരിക്കാനും അത് പഠിക്കാനും മാത്രമാണോ അത് പറഞ്ഞു തന്നത്? അതിനാണ് മറ്റ് പുസ്തകങ്ങളൊക്കെ, അതിനാണ്. ഇതതിനുള്ളതല്ല. ഇതാ പറഞ്ഞത് എന്താണോ അത് അറിയുന്നതോടെ അതൊരു ബാധ്യതയായി മാറുക. അത് ഞാൻ അറിയുന്നതോടെ അതെൻ്റെ ബാധ്യതയായി മാറുക. അതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഇന്ദ്രജാലം. അങ്ങനെയാണ് ഹിറാ ഗുഹയുടെ ഇരുളിൽ നിന്ന് 7 മഹാവൻകരകളിലേക്ക് ഈ വെളിച്ചം കത്തിയത്.